കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ശ്രദ്ധാകേന്ദ്രമായ ഡിവിഷനാണ് പൊൻകുന്നം. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ. കോൺഗ്രസിനെ അപ്രസക്തമാക്കി NDAയും LDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് പൊൻകുന്നത്തെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇതോടെ തദ്ദേശകം പൂർണ്ണമാവുകയാണ്. ഇനി പുത്തൻപുലരിയിൽ ശ്യാംബാബു കോറോത്ത് ചേരും. നമസ്തേ. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ത്രികോണ മത്സരം നടക്കുന്ന ഡിവിഷനാണ് പൊൻകുന്നം. BJPയുടെ ശക്തി കേന്ദ്രം. ഡിവിഷൻ ഉൾപ്പെട്ട പള്ളിക്കത്തോട് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം ഭരിച്ചത് BJPയാണ്. ഈ ഡിവിഷനിൽ ഉൾപ്പെട്ട വാഴൂർ, ചിറക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലും BJPക്ക് ശക്തമായ വേരോട്ടമുണ്ട്. ഇവിടെ LDFും NDAയും നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഡിവിഷനെ വിലയിരുത്തപ്പെടുന്നതും. എന്തായാലും ഗ്രാമീണ റോഡ് വികസനം ഉൾപ്പെടെയുള്ള കർമ്മ പരിപാടികൾ നേരിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസവും BJP വെച്ചു പുലർത്തുന്നുണ്ട്. ഈ ഒരു കാര്യത്തോടെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് BJP NDA സ്ഥാനാർത്ഥികൾ എത്തുകയും ചെയ്യുന്നത്. പൊൻകുന്നം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി അഖിൽ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്താണ് രണ്ട് മുന്നണികളെക്കാൾ BJP മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആത്മവിശ്വാസം? ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം തരുന്നത് പൊതുജനങ്ങളാണ്, ഇവിടുത്തെ വോട്ടർമാരാണ്. കാരണം പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയാണ്. ആ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ ഞങ്ങളുടെ ഈ വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. വിനോജൻ എന്റെ കൂടെ ഒപ്പമുണ്ട്. കാരണം വളരെ മാതൃകാപരമായി ഈ ഒരു പഞ്ചായത്ത് ഭരണം എങ്ങനെ കൊണ്ടുപോകണം, ജനങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്തണം, പദ്ധതികൾ താഴെത്തട്ടിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾ അതെങ്ങനെയെല്ലാം മേടിച്ചെടുക്കണമെന്ന് വളരെ മാതൃകാപരമായി കാട്ടി തന്നിട്ടുള്ള ഒരു പഞ്ചായത്തിൽ കൂടിയാണ് ഞാൻ ഇന്ന് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിനെ മാതൃകയാക്കിക്കൊണ്ട് ചിറക്കടവിൽ ഞങ്ങൾ ഭരിക്കും, വാഴൂർ പഞ്ചായത്തിൽ ഞങ്ങൾ ഭരിക്കും. അതോടൊപ്പം തന്നെ അകലക്കുന്നം പഞ്ചായത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള പ്രവർത്തന പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഓരോ വീടുകളിൽ ചെല്ലുന്ന സമയത്തും ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള നയങ്ങളും അവര് ആവിഷ്കരിച്ച് നടപ്പിലാക്കാത്ത പദ്ധതികളെക്കുറിച്ചും ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിലും ഒക്കെ കടന്നു കയറുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ളൊരു പ്രതികരണം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഏകദേശം 53 വാർഡില്, എനിക്ക് എന്റെ ഡിവിഷൻ വരുന്ന 53 വാർഡാണ്. 53 വാർഡിലും ഞാൻ എന്റെ സ്ഥാനാർത്ഥിമാരോടൊപ്പം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരോടൊപ്പം, പ്രവർത്തകരോടൊപ്പം വീടുകൾ കയറി എല്ലാ വാർഡിലും വളരെ പോസിറ്റീവായിട്ടുള്ള നമുക്ക് ആത്മവിശ്വാസം തരുന്ന പ്രതികരണമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്, BJP അവർ സ്വീകരിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു പ്രതികരണമാണ്. അത് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതികരണമാണ്. ഇവിടെ LDFും BJPയും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം. കാരണം LDFിന്റെ ഭാഗത്ത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് CPIയിലും CPMലും അവർ നടക്കുന്നുണ്ട്. കാരണം അവര് സാധാരണ പ്രവർത്തകരെ മനസ്സിലാക്കാത്ത ഒരു നേതൃത്വമാണ് LDFിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ആ പ്രവർത്തകർ ആത്മവിശ്വാസത്തോടുകൂടി അല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അവർക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. സാധാരണ പ്രവർത്തകർ, CPMന്റെയും CPIയുടെ ഒക്കെ പ്രവർത്തകർ പോലും ഞങ്ങളോട് പറയുന്നത് BJP വരണം, ഞങ്ങൾക്ക് അത് കാണണം എന്ന് ആത്മവിശ്വാസത്തോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സർവ്വമേഖലയിലും മാറ്റം വരുത്താൻ സമഗ്രമായിട്ടുള്ളൊരു വികസനം, പൊൻകുന്നത്തിന് ഇതുവരെ കാണാത്തൊരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിസ്ഥലമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഡയാലിസിസ് യൂണിറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, ആരോഗ്യ മേഖലയിൽ തകർച്ച നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലാത്ത പ്രശ്നങ്ങളുണ്ട്, അമ്മമാർക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റാത്ത, പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഈ പൊൻകുന്നം ഡിവിഷനിൽ ഈ കാലങ്ങളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി വരുന്ന ഈ ജില്ലാ ഡിവിഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പള്ളിക്കത്തോട് പഞ്ചായത്ത് ഞങ്ങൾക്ക് മാതൃകയായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ നമുക്ക് ജയിക്കാൻ സാധിക്കും. നമ്മുടെ അനീഷ് ആനിക്കാടാണ് നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് ഞങ്ങൾ NDAയോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കുന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രതികരണം. പള്ളിക്കത്തോട് പഞ്ചായത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ഡിവിഷന് വരുന്ന എല്ലാ വാർഡുകളിലും ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് BJPക്കുണ്ട്. ജില്ലാ ഡിവിഷൻ ഞങ്ങൾ തീർച്ചയായിട്ടും ജയിക്കും. അത് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള NDA സ്ഥാനാർത്ഥി അനീഷ് ആനിക്കാട് ചേരുന്നുണ്ട്. ഇവിടെ പല ഇടങ്ങളിലും റോഡുകളടക്കമുള്ള കാര്യങ്ങളിൽ BJP നേരിട്ട് ഒരു കർമ്മ പരിപാടി നടത്തി ജനോപകാരമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കി എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രവർത്തകർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ
വലിയൊരു മുന്നേറ്റം സാധ്യമാക്കാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 10 വാർഡുകൾ പ്രതിനിധീകരിച്ചുള്ള ഡിവിഷനാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഓരോ വാർഡിലേക്ക് ഇപ്പം കടന്നു ചെല്ലുമ്പോഴുള്ള സ്വീകാര്യത വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളായി ഭരിച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ഒരു ഫണ്ട് എത്തിയിട്ടില്ല എന്നൊരു വസ്തുത നിലനിൽക്കുകയാണ്. അപ്പോൾ എന്റെ ഒരു ലക്ഷ്യം ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകൾ കൃത്യമായിട്ട് പഞ്ചായത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് എന്റെ ഉള്ളത്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം എന്താണ് ഇപ്പോൾ ഇത്രയും ദിവസം? ഇനിയിപ്പോൾ വളരെ നാമമാത്രമായ ദിവസങ്ങൾ മാത്രം. അതെ, വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 53 വാർഡിൽ ഏകദേശം ഒരു 6500-ലധികം വീടുകളിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. കാരണം അതുപോലെ വീടുകളിൽ പോയ മറ്റൊരു ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥിമാരുണ്ടെന്ന് സംശയമാണ്. കാരണം പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ വരുന്നത്, നിങ്ങൾ കവലകളിലൂടെ കൈ കാണിച്ച് പോയാൽ മതിയോ? പക്ഷെ നമുക്ക് നേരിട്ട് പോകാൻ സാധിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും നേരിട്ട് അറിയാൻ സാധിച്ചു. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ജില്ലാ ഡിവിഷൻ മെമ്പർ എന്നുള്ള രീതിയിൽ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഒരാൾ വന്നു പോകുന്നേ ഉള്ളൂ. കാരണം എന്താണ് ജില്ലാ ഡിവിഷൻ മെമ്പറുടെ ഉത്തരവാദിത്തം, പ്രതിബദ്ധത എന്താണെന്ന് അവരിതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നം ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്, NDAയുടെ സ്ഥാനാർത്ഥിമാർ ചെല്ലുന്ന സമയത്ത് അവർ വളരെ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ വരണം, ഇപ്രാവശ്യം ഒരു മാറ്റം ആവശ്യമാണ്, അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ വ്യത്യാസമില്ലാതെ ആൾക്കാർ കൂടെ നിൽക്കുന്നുണ്ട്. പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മൾ ജയിക്കും എന്നുള്ളത് ജനങ്ങൾ കൂടെയുണ്ട്. അത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശമാണ്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിന് NDA പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരണം. കൃത്യമായ കർമ്മപരിപാടികളുമായി ജനോപകാരപ്രദമായിട്ടുള്ള കർമ്മപരിപാടികൾ ജനങ്ങൾക്ക് വേണ്ടി എത്തിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥികൾ പള്ളിക്കത്തോടും പൊൻകുന്നത്തും പ്രചാരണത്തിന് ഇറങ്ങുന്നത്. ക്യാമറമാൻ വിവേകിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.